AI വീഡിയോസ് ട്രെൻഡിങ് ആയിരിക്കുന്ന കാലമാണല്ലോ. നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു, സ്കിൽസിന് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ്ലി ഒരു AI വീഡിയോ ചെയ്തു. അപ്പോൾ അത് മുഴുവനായിട്ടും അതിന്റെ വോയിസ് ഓവർ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളത് മൊത്തമായിട്ടുള്ള വിഷ്വൽസ് ആണെങ്കിലും ഒക്കെ നമ്മൾ AI യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. പൊതുവിൽ ഒരു ധാരണ ഉണ്ട്, AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. മുന്നൊക്കെ നമ്മൾ 3D സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പണ്ട് നമ്മളൊക്കെ ഇത് മായ വെച്ചുകൊണ്ട് ആയിരുന്നു ഇങ്ങനത്തെ 3D ആനിമേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മായയിൽ നമ്മൾ ഒരു മോഡലിംഗ് ചെയ്യണം. അതിൻ്റെ ശേഷം അതിന് ടെക്സ്ചറിങ്, ലൈറ്റിങ്, പിന്നെ റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആനിമേഷൻ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ബോൺസ് ഒക്കെ ജോയിന്റ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു മോഡൽ ഉണ്ടാക്കാൻ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത്തരം പ്രോസസ്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് AI വന്നപ്പോൾ ഈ ഫീൽഡിലുള്ള ആളുകൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ടൈം സേവ് ചെയ്യുന്നത് മാത്രമാണ് നമുക്ക് ഇതിനൊരു ബെനിഫിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷെ അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഫ്ലോ എന്താണ്, ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബാക്ക് എൻഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ അതിന്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൽ കാണുന്ന പോലെ വളരെ ഈസി അല്ല അത് ബിൽഡ് ചെയ്തിട്ട് എടുക്കാൻ. ഒരു AI വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വർക്ക് ചീപ്പായിട്ടാണ് പല ആൾക്കാരും എന്ത് ചെയ്യുന്നത്, ഇതിനെ കാണുന്നത്.